ലോകത്ത് ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും നല്ല തത്വശാസ്ത്രമായി അല്ലെങ്കിൽ രാഷ്ട്രീയ സംഹിതയായി രാഷ്ട്രീയ മീമാംസയായി നാം കണക്കാക്കിയിരിക്കുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് എന്നൊക്കെ എബ്രഹാം ലിങ്കൺ നമ്മളോട് പറഞ്ഞു. ആ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 തൂണുകളാണ്: ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ നിയമസഭ, ലോകസഭ, രാജ്യസഭ പോലുള്ള പാർലമെന്ററി സംവിധാനം, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, മൂന്നാമത്തെ ഭാഗമാണ് കോടതി, ജുഡീഷ്യറി, പിന്നെ നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന മീഡിയ. പലപ്പോഴും ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിപ്രസരം ഉണ്ടാകാതെ നോക്കണം. എല്ലാം സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയ നിയമങ്ങളും ചട്ടങ്ങളും കൊണ്ടും അടിയന്തരാവസ്ഥ പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ലെജിസ്ലേഷൻ നമുക്ക് പാടില്ല. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. എന്നാൽ ഏത് നല്ല ലെജിസ്ലേഷൻ വന്നാലും അതെല്ലാം വികലമായി നടപ്പിലാക്കുന്ന ബ്യൂറോക്രസിയും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ ഇവ രണ്ടും ശരിയായി നിൽക്കുമ്പോൾ തന്നെ ജുഡീഷ്യൽ ആക്ടിവിസം വന്നാലോ, ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഈ ജുഡീഷ്യൽ ആക്ടിവിസം. ജുഡീഷ്യറി അവസാന വാക്കായി മാറുന്നത് പലപ്പോഴും ഇന്ത്യയിൽ കാണുന്നുണ്ട്. 1947 അങ്ങനെ ഒരു പദപ്രയോഗം തന്നെ, ജുഡീഷ്യൽ ആക്ടിവിസം എന്ന പദപ്രയോഗം തന്നെ വരുന്നത്. ഈ ഇടയ്ക്ക് സുപ്രീം കോടതി നമ്മുടെ രാഷ്ട്രപതിക്ക് ചില ചീട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അന്ത്യശാസനം കൊടുക്കുന്നു. 3 മാസത്തിനകം ബില്ലുകൾ പാസ്സാക്കിക്കൊള്ളണം എന്നൊരു ശാസനം കൊടുക്കുന്നു. അപ്പോഴൊരു ചോദ്യമുണ്ട്: ഈ ജനാധിപത്യ സംവിധാനത്തിൽ ആരാണ് ഏറ്റവും ഉയർന്നത്? ഇന്ത്യയിൽ പ്രസിഡന്റാണോ ഏറ്റവും അധികാര സ്ഥാപനം? അങ്ങനെ പ്രസിഡന്റാണ് അധികാര സ്ഥാപനങ്ങൾ. പ്രസിഡന്റിനോട് നിർദ്ദേശിക്കാം, പക്ഷേ പ്രസിഡന്റിനോട് ഉത്തരവിടാമോ? വലിയൊരു ചോദ്യമാണ് നമ്മുടെ ഉപരാഷ്ട്രപതി ധൻഖർ അവർ ഉയർത്തിവിട്ടിട്ടുള്ളത്. വലിയ ചോദ്യമാണത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പാർലമെന്റിൽ വഖഫ് നിയമത്തിന്റെ ന്യായാന്യായങ്ങളും ശരിതെറ്റുകളും അവിടെ നിൽക്കട്ടെ, അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷെ 30 മണിക്കൂറിലേറെ രാജ്യസഭയിലും ലോകസഭയിലും പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ചർച്ച ചെയ്ത് പാസ്സാക്കിയ ഒരു ബില്ലിനെ 3 നിമിഷം കൊണ്ട് അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് അതിന്റെ ശരിതെറ്റുകളെ ചർച്ച ചെയ്യുന്ന ഒരു സുപ്രീം കോടതിയുടെ ഒരു ഭാഗം നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഗവർണർമാരോടും അതുപോലെ നമ്മുടെ പ്രസിഡന്റിനോടുമൊക്കെ സമയപരിധി വെക്കുന്നു. ഇത് ശരിയാണോ? ജനാധിപത്യത്തിൽ ഏറ്റവും ഉയർന്ന ആൾ ആരാണ്? അത് കോടതിയാണോ? കോടതി എത്രമാത്രം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേസുകൾ കോടതിയിൽ പെൻഡിങ് കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുന്ന ഒരു കോടതി അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകുന്ന നിയമവ്യവസ്ഥയിൽ 1 or 2 ജഡ്ജിമാരിരുന്ന് അല്ലെങ്കിൽ 2 or 3 ജഡ്ജിമാരിരുന്ന് ഒരു ജനാധിപത്യ വ്യവസ്ഥയോട് കൽപ്പിക്കും പോലെ പറയുന്നു എന്നാണ് നമ്മുടെ ഉപരാഷ്ട്രപതി അവകാശപ്പെട്ടത്. അതൊരു അണുബോംബാണ്, ആറ്റം ബോംബാണ്, അങ്ങനെ മിസൈലാണ്, അങ്ങനെ ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗം വച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എടുത്ത് പ്രയോഗിക്കാനല്ല. ഏറ്റവും ഇപ്പോൾ അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം, പക്ഷേ അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കുമ്പോഴാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്. ചില നിയമങ്ങൾ നമ്മൾ വച്ചിരിക്കുന്നത് പ്രയോഗിക്കാനല്ല, അത് ജനങ്ങളിൽ ഒരു കാഴ്ചപ്പാട് കൊടുക്കുവാനും ഇങ്ങനെയും ഉണ്ട്, ഇങ്ങനെയും ചെയ്യും ഞങ്ങൾ എന്നുള്ള ഒരു ഭീതിയും ഒരു അച്ചടക്കമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില എക്സ്ട്രീം നിയമങ്ങൾ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. അപൂർവമായ സാഹചര്യങ്ങൾ മാത്രമേ അവയെടുത്ത് പ്രയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ സുപ്രീം കോടതിയും ഹൈക്കോടതികളും വല്ലാതെ കാര്യങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതികളുടെ നിയമങ്ങൾ, അവരുടെ ഉത്തരവുകൾ യാതൊരു വിലയുമില്ലാതെ പലപ്പോഴും സുപ്രീം കോടതി എടുത്തു കളയുന്ന, യാതൊരു വിലയുമില്ലാതെ കണക്കാക്കി എടുത്തു കളയുന്ന രീതിയും കാണുന്നു. ഹൈക്കോടതികളും വളരെ വലിയ ജഡ്ജിമാരല്ലേ അവിടെ ഇരിക്കുന്നതും, നിയമം പഠിച്ചവരല്ലേ, ഒത്തിരി വർഷങ്ങൾ ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഓഫ് ഡെലിഗേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡെലിഗേഷൻ്റെ ഒരു കാലം ആവശ്യമുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ എങ്ങനെയാണ് നമുക്ക് ശക്തിപ്പെടുത്തുക? നമ്മൾ ആത്യന്തികമായി ശക്തിപ്പെടുത്തേണ്ടത് ജനാധിപത്യത്തെയാണ്, കോടതികളെ അല്ല. കോടതികൾ ഭരണഘടന അനുസരിച്ചും അതുപോലെ തന്നെ ഈ ഭരണഘടന ഉണ്ടാക്കിയതും ജനാധിപത്യവാദികളാണ്, അല്ലാതെ കോടതികളല്ല ഇവിടെ ഭരണഘടന ഉണ്ടാക്കിയത്. ഭരണഘടനയിൽ പറയുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ചട്ടങ്ങളിലും നിയമങ്ങളിലും പറയുന്ന കാര്യങ്ങളിൽ ശരിതെറ്റുകൾ ഉണ്ടോ, അതനുസരിച്ചാണോ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് നോക്കുന്ന ജോലി മാത്രമാണ് ശരിക്കും കോടതിക്കുള്ളത്. പക്ഷേ കോടതി പലപ്പോഴും അപ്രമാദിത്വവും കൂടുതൽ അധികാരം എടുക്കുന്ന നിലയിലേക്കുള്ള ഒരുപാട് ഉത്തരവുകൾ വരുന്നതായി നമ്മുടെ ജനാധിപത്യത്തിൽ ധാരാളം പരാതികൾ വരാറുണ്ട്. ഇത് കോടതികൾ ചർച്ച ചെയ്യപ്പെടണം. നമ്മുടെ നാട്ടിൽ സർഗാത്മകമായ സംവാദം നടക്കണം. കോടതികളെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കോർട്ടലക്ഷ്യമാക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വച്ചിരിക്കുന്നത്? കോടതി ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്ഥാപനമാണ്. നിയമവാഴ്ചയില്ലെങ്കിൽ പിന്നെ അരാജകത്വം വരും എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടിലാണ്
കോടതികളെ വിമർശിക്കാൻ പാടില്ല, അങ്ങനെ വിമർശിച്ചാൽ പിന്നെ കോർട്ട് അലക്ഷ്യമൊക്കെ ആകുമെന്ന് നമ്മൾ വച്ചിരിക്കുന്നത്. അതൊരു ഒരു ഒരു വലിയ ഒരു സാത്വികമായ ഒരു അവസ്ഥ കൊടുത്തിരിക്കുന്നതാണ് കോടതിക്ക്. പക്ഷെ ആ അവസ്ഥ കൊടുത്തു എന്ന് വെച്ചിട്ട് കോടതികളുടെ ചില വിധികൾ, ചില നിയമങ്ങൾ, ചില വ്യാഖ്യാനങ്ങൾ പലപ്പോഴും നമുക്ക് ജനാധിപത്യത്തിന് വിരുദ്ധമാണോ, നമ്മുടെ സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണോ എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. അത്തരത്തിലുള്ള ചിന്തയായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ കൊണ്ട് വലിയ ചർച്ച മുന്നോട്ട് വെപ്പിച്ചത്. അതിൻ്റെ നിയമവശത്തെക്കുറിച്ച് നിയമജ്ഞരിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. കുറച്ചുപേർ പറയുന്നു അത് ഭരണഘടനാ വിരുദ്ധമാണ്, കോർട്ട് അലക്ഷ്യമാണ്. കുറച്ചുപേർ പറയുന്നു ഇത് വലിയ സംവാദത്തിന് തുടക്കം കുറിക്കും. എന്തായാലും വൈസ് പ്രസിഡന്റിന്റെ ധൻഖറിന്റെ ഈ പ്രസ്താവന നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ജനാധിപത്യത്തിൽ ഏറ്റവും ഉയർന്നത് ആരാണ്? ജുഡീഷ്യൽ ആക്ടിവിസമൊക്കെ നമുക്ക് ഏത് ഘട്ടത്തിൽ അനുവദിക്കാൻ പറ്റും, അല്ലെങ്കിൽ അനുവദിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും ഉയർന്നത്, ഏറ്റവും ഉയർന്ന സഭ ഏതാണ്, അവരെടുക്കുന്ന തീരുമാനങ്ങളെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ആ സഭകളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ജനാധിപത്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെ ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരം കോടതികൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പരിധി എന്താണ്? ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ സർഗാത്മകമായ സംവാദത്തിലൂടെ തിരിച്ചറിയണം. അത് ഭാരതത്തിനും ലോകത്തിനും വലിയ സംഭാവനകൾ നൽകും.